എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. SSC CGL 2026 നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു. ആപ്ലിക്കേഷൻ ഓൺ ഗോയിങ് ആണ് അല്ലെ, എല്ലാവർക്കും അറിയാമല്ലോ. സോ എക്സാം എഴുതുന്ന ഏതൊരു വിദ്യാർത്ഥിയും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എക്സാം നല്ലതായിട്ട് എഴുതുന്നു, നല്ല മാർക്ക് വാങ്ങിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സാലറിയുള്ള ജോലി അല്ലേ, അതിലെ നമ്മുടെ ലക്ഷ്യം. സോ SSC CGL വരുന്ന ടോപ്പ് 5 പോസ്റ്റുകൾ അത് ഏതൊക്കെയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? നല്ലൊരു ലൈഫ് ടൈം സെറ്റിൽമെന്റോട് കൂടി നല്ല സാലറിയും നല്ലൊരു പ്രസ്റ്റീജിയസ് ആയിട്ടൊരു ജോബ്. അപ്പൊ CGL താഴെ വരുന്ന ഏതൊക്കെ പോസ്റ്റുകളാണ് അത് എന്ന് നമുക്കൊന്ന് ഈ വീഡിയോയിലൂടെ അറിയാം. ഓക്കെ, സോ ആദ്യം തന്നെ ഫസ്റ്റ് ടോപ്പ് 5 നിൽക്കുന്ന ഫസ്റ്റ് നിൽക്കുന്നതെന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഇൻ MEA ആണ്. ASO ഇൻ MEA. എന്താ MEA? മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ് അല്ലെ. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ് MEA. അതായത് നമുക്ക് പാറിപ്പറന്ന് നടക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥിക്കും എന്ത് ചെയ്യാം, ഈ ഒരു ജോബ് ആപ്റ്റാണ്. അതായത് എക്സ്റ്റേണൽ ആണ്, അത് വിദേശത്തൊക്കെ നമുക്ക് പോകേണ്ട കാര്യങ്ങളുണ്ട്, ഒരുപാട് ട്രാവൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു പോസ്റ്റാണ് ഈ MEAയിൽ വരുന്ന ASO എന്ന് പറയുന്നത്. അതിൻ്റെ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് സാലറി, പോസ്റ്റിംഗ് ടൈപ്പ് എവിടെയായിരിക്കും, വർക്ക് ലൈഫ് എങ്ങനെയാണ്, ദെൻ പ്രൊമോഷൻസ്, സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഓൾസോ പ്രീവിയസ് ഇയറിലെ കട്ട് ഓഫ്. ഈ കാര്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ASO ആണ്. ASOയിൽ സാലറി, ഇൻഹാൻഡ് സാലറി എന്ന് പറയുന്നത് ഏകദേശം 72 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇൻഹാൻഡ് സാലറി അതായത് 70 നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ബേസിക് എന്ന് പറയുമ്പോൾ 47-50 ആണ്. പിന്നെ DAയും അലവൻസും കാര്യങ്ങളും എല്ലാം കൂടെ ചേരുമ്പോൾ ഇൻഹാൻഡ് 72 മുതൽ 80 വരെ വരുന്ന ഒരു പോസ്റ്റാണ് ASO. ഓക്കെ, ദെൻ അതിൻ്റെ പോസ്റ്റിംഗ് ടൈപ്പ് എന്ന് പറയുന്നത് ഡൽഹിയിലും ഫോറിൻ ഓഫീസസിലുമാണ്. അറിയാമല്ലോ, നമ്മുടെ വിദേശ കാര്യങ്ങളാണ് അതിനകത്ത് കൂടുതലും വരുന്നത്. സോ ഒരുപാട് ട്രാവൽ ചെയ്യാൻ കാണും, ഫോറിൻ ഓഫീസുകളിൽ പോകേണ്ടി വരും. ഡൽഹിയിലും ഫോറിൻ ഓഫീസിലുമാണ് അതിൻ്റെ പോസ്റ്റിംഗ് വരുന്നത്. ദെൻ വർക്ക് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ CGL നമുക്കറിയാം, സെൻട്രൽ ഗവൺമെൻറ് എല്ലാ ഉദ്യോഗങ്ങളും എന്താണ് 5 days ആണ്. എക്സലൻ്റ് ആണ് കേട്ടോ. 5 days വർക്കിംഗ് ആണ്. കേരള PSC പോലെ നമുക്ക് 6 ദിവസം ഒന്നും വർക്ക് ചെയ്യേണ്ട. തിങ്കൾ മുതൽ മൺഡേ ടു ഫ്രൈഡേ വരെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രൊമോഷൻസ് ആണ്. പ്രൊമോഷൻ ASO ആയിട്ട് കയറുന്ന ഒരാൾ പ്രൊമോഷൻ SO ആകാം. SO എന്ന് പറയുമ്പോൾ സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറിൽ നിന്നും സെക്ഷൻ ഓഫീസർ ആകുന്നുണ്ട്. സെക്ഷൻ ഓഫീസറിൽ നിന്നും അണ്ടർ സെക്രട്ടറി വരെ പോകാനുള്ള പ്രൊമോഷൻ സാധ്യത ഈ ഒരു പോസ്റ്റിന് ഉണ്ട്. അത് കഴിഞ്ഞ് വരുന്നത് അതിൻ്റെ സ്റ്റാറ്റസ് ആണ്. അറിയാം, അതായത് ഫോറിൻ അഫയേഴ്സും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ സോഷ്യൽ അല്ലെങ്കിൽ പവർ എന്ന് പറയുന്നത് ഹൈലി ഡിപ്ലോമാറ്റിക് ആണ്. വെരി ഹൈ പൊസിഷനിലായിരിക്കും ഈ ഒരു പോസ്റ്റിൽ കയറുന്ന ഒരു ആള്. ദെൻ അടുത്തത് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് ആണ്. അതായത് 2025 ASOയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 348. നമ്മളിവിടെ URന്റെ OBCയുടെ മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. 348 URനും 343, വലിയ 5 മാർക്കിന് വ്യത്യാസമേ ഉള്ളൂ. 343 ആണ് OBCക്ക് വരുന്ന കട്ട് ഓഫ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കട്ട് ഓഫ് ജസ്റ്റ് ഇതൊന്ന് റാൻഡം ആയിട്ട് ചെക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഏകദേശം 330 മുകളിൽ എന്തായാലും സ്കോർ ചെയ്യണം. ഓക്കെ, വളരെ റയറായിട്ട് മാത്രമേ 320 ആ റേഞ്ച് വരാറുള്ളൂ. ഒരു 340+ ലക്ഷ്യമായിരിക്കണം നമുക്ക് വേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഹൈ പോസ്റ്റുകൾ നമുക്ക് കിട്ടും. അതിൽ താഴെയുള്ള പോസ്റ്റുകൾ കിട്ടും കേട്ടോ. കിട്ടത്തില്ലെന്നല്ല, 320 താഴേക്ക് ആണെങ്കിൽ നമുക്ക് താഴെയുള്ള പോസ്റ്റുകൾ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ASO എന്ന് പറയുന്ന പോസ്റ്റ്. അതാണ് നമ്പർ 1 വരിക. ദെൻ നമ്പർ 2 ആയിട്ട് നമ്മൾ പറയുന്നത് എല്ലാവരുടെയും ഒരു ഡ്രീം ജോബാണ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ അല്ലേ. CBDT ITI ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആണ്. അതിൻ്റെയും സാലറി അറിയാം. ഇൻകം ടാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും അറിയാമല്ലോ. അപ്പോൾ 72 മുതൽ 85 ആണ് അതിൻ്റെ ഇൻഹാൻഡ് സാലറി വരിക. വളരെ നല്ലൊരു ഇതാണ്. ദെൻ അതിൻ്റെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ടയർ 1 സിറ്റീസ്, അതായത് നമ്മൾ ടയർ 1 നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന റീജിയൻ, നമ്മളിപ്പോൾ കേരള കർണാടക റീജിയൻ ആണെങ്കിൽ അവിടെ എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് പോസ്റ്റിംഗ് ആയിട്ട് കിട്ടാവുന്നതാണ്. ദെൻ
ഇതിന്റെ വർക്ക് ലൈഫ് എന്ന് പറയുന്നത് മോഡറേറ്റ് ആണ്, വേരിയബിൾ ആണ്. നമുക്ക് അതായത് കണ്ടിന്യൂസ് അല്ല, നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി ആ വർക്കിന് ഉണ്ട്. ഇനി അതിന്റെ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആവുന്ന ഒരു വ്യക്തി ഇൻകം ടാക്സ് ഓഫീസർ ആകും. രണ്ടും രണ്ടാണ്. ഓക്കെ, ഇൻസ്പെക്ടർ പിന്നെ എന്താവും, ഓഫീസ് ഉദ്യോഗസ്ഥനായിട്ട് മാറും. അതിനുശേഷം പുള്ളി എങ്ങോട്ടേക്കാണ് പോകുന്നത്, IRS ഇന്ത്യൻ റവന്യൂ സർവീസ് ആ ഒരു പോസ്റ്റിലേക്കാണ് ITI ആയിട്ട് കയറുന്ന ഒരു വിദ്യാർത്ഥി പ്രൊമോഷനായിട്ട് ലാസ്റ്റ് ഇറങ്ങുക. ഇത് കയറുന്ന ഉടനെ ഒന്നും ആയിരിക്കില്ല കേട്ടോ, ഒരു 5, 6, 7, 8 അല്ലെങ്കിൽ മാക്സിമം ഒരു 12, 10 വർഷം. എന്തായാലും നമ്മളിപ്പോൾ കയറുവാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു 10, 30 വർഷം സർവീസ് നമുക്ക് കാണും അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 10, 12 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു ഹൈ പോസ്റ്റിലേക്ക് എത്തും. ഇനി അതിൻ്റെ പവർ ആൻഡ് സോഷ്യൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമുക്ക് പറയാം. ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ഒരു നമ്മൾ ഈ പറഞ്ഞ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുടെ കൂടെ അസിസ്റ്റന്റ് ആയിട്ടൊക്കെ ഇൻകം ടാക്സിലൊക്കെ പോകും, നമുക്ക് കണ്ടിട്ടില്ലേ. അതൊരു പവർ ജോബ് തന്നെയാണ്, ഒട്ടും വില കുറച്ച് കാണണ്ട. ആൻഡ് കട്ട് ഓഫ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം 342 URന്, OBCക്ക് 334 കട്ട് ഓഫ് വരുന്നത്. അത് കുറച്ച് ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഓക്കെ, ദെൻ അടുത്ത മൂന്നാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ ഇൻ ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ലേ. നമ്മൾ ED എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഡ്രീം ജോബാണ് ED. അതായത് ഈ പറഞ്ഞ പോലെ നമ്മുടെ സൊസൈറ്റിയിലുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഏത് ഹൈ പോസ്റ്റിലിരുന്ന ആളും വിറയ്ക്കുന്ന ഒരു പോസ്റ്റാണ്. അതായത് ED എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്, ഒരു ഇടിയാണ് അല്ലേ. അത് നമുക്ക് എന്താണ്, ആരും എവിടെയും നമുക്ക് കയറി ചെല്ലാം അല്ലേ. അങ്ങനെ ഒരു സ്പെഷ്യൽ ജോബാണ് ED. നമുക്ക് എവിടെ വേണമെങ്കിലും ആരുടെയും മുഖം നോക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ജോബിൽ കയറുവാണെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റും. അങ്ങനെയാണ് ഒരു EDയുടെ ഒരു പ്രത്യേകത. അറിയാലോ എന്താ ജോബ് പ്രൊഫൈൽ എന്നൊക്കെ അറിയാമല്ലോ. അപ്പം ഇതിൻ്റെ സാലറി എന്ന് പറയുന്നത് 78 മുതൽ 90 വരെയാണ് ഇതിൻ്റെ സാലറി. ദെൻ അക്രോസ് എല്ലായിടത്തും വരാറുണ്ടല്ലേ, പാൻ ഇന്ത്യ ആണ്, എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം കിട്ടും. ഹെഡ് ക്വാർട്ടേഴ്സും സോണും എല്ലാം കൂടെ ചേർത്ത് പാൻ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ജോബ്. ഈ പറഞ്ഞ പോലെ കേരള ഓപ്റ്റ് ചെയ്യുന്നവർക്ക് കേരളത്തിലൊന്നും കിട്ടണമെന്നൊന്നും ഇല്ല, എവിടെ പാൻ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും എന്ത് കിട്ടാം, ഈ ഒരു ജോബ് പോസ്റ്റിംഗ് ആകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത, ആദ്യത്തെ 2 പോസ്റ്റുകൾ നമ്മൾ പറഞ്ഞു, മൂന്നാമത്തെ ഈ ഒരു പോസ്റ്റ് വരുമ്പോൾ അറിയാം കുറച്ച് ഈ പറഞ്ഞ ആരുടെയും മുഖം നോക്കാതെ നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ഒരുപാട് ശത്രുക്കൾ വരും അല്ലേ. അതനുസരിച്ച് നമുക്ക് എന്ത് ഉണ്ടാവും, സ്ട്രെസ്സും ഉണ്ടാവും. അപ്പം ശമ്പളം കുറഞ്ഞ് മതി, സ്ട്രെസ്സ് പറ്റില്ല എന്നുള്ളവർക്കാണെങ്കിൽ ഈ ജോബ് പറ്റില്ല. ബട്ട് സാലറിയാണ് ഇമ്പോർട്ടൻസ്, സ്ട്രെസ് ഒന്നും പ്രശ്നമില്ല എന്നുള്ളവർക്കാണെങ്കിൽ ഈ ജോബ് ആപ്റ്റാണ്. ED എന്ന് പറയുമ്പോൾ ആ ഒരു ക്യാഷ് ഇടപാടുകളാണ്, റെയ്ഡ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെതായ സ്ട്രെസ്സും കാര്യങ്ങളും ഈ ഒരു ജോബിന് ഉണ്ട്. ദെൻ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസറായിട്ട് കയറുന്ന ഒരു വ്യക്തി EO ആകും, അതായത് എൻഫോഴ്സ്മെന്റ് ഓഫീസർ ആവും. അതിനുശേഷം അസിസ്റ്റന്റ് ഡയറക്ടർ ആവും, AD ആയിട്ട് പ്രൊമോഷൻ കിട്ടും. ദെൻ ഇതിന്റെ പ്രത്യേകത അറിയാമല്ലോ, ആരെയും വിറപ്പിക്കുന്നൊരു ജോലിയാണ് EDയിലെ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ അല്ലേ. സോ ഇറ്റ് ഈസ് ഹൈലി ഇൻവെസ്റ്റിഗേറ്റീവ് പവറുള്ള ഒരു ജോലിയാണ്, ഹൈ റെപ്യൂട്ടേഷൻ ഉണ്ട്, ഹൈ ഡിഗ്നിറ്റി ഉണ്ട്, എല്ലാം കൂടി ഉള്ളൊരു ജോലിയാണ് ED എന്ന് പറയുന്നത്. ഓക്കെ, AEO ആരായാലും എന്ത് ചെയ്യും, എന്ന് പറഞ്ഞാൽ ആരായാലും ഒന്ന് പേടിക്കും. ആ ഒരു പ്രത്യേകത, ആ ഒരു സ്പെഷ്യാലിറ്റി ഈ ഒരു ജോബിന് ഉണ്ട്. ദെൻ അത് കഴിഞ്ഞ വർഷം നോക്കിക്കേ, അത് അങ്ങനെ ഒരു സ്പെഷ്യൽ ഹൈ പവർ ജോബ് ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് നിങ്ങൾക്ക് അങ്ങനെ തന്നെ വരത്തുള്ളൂ. നോക്കിക്കേ, കഴിഞ്ഞ വർഷം 362 URന്, 342 OBCക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ജോബ് എന്ന് പറയുന്നത് ASO. എന്താണ്, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഇൻ സെൻട്രൽ സെക്രട്ടറിയേറ്റ് സർവീസ്. അതായത് നമ്മുടെ കേരളത്തിലെ സെക്രട്ടറിയേറ്റ് പോലെ സെൻട്രലുള്ള സെക്രട്ടേറിയറ്റിൽ നമ്മൾ എന്താണ്, അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറാണ്. ഈ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ഒരുപാട് വിങ് ഉണ്ട്. ഇത് രണ്ടെണ്ണം നമ്മൾ മെയിൻ ആയിട്ട് ടോപ്പായിട്ട് പറയുന്നത്, ഒന്ന് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും, 2 CSS. ഓക്കെ, ദെൻ അതിൻ്റെ സാലറി എന്ന് പറയുന്നത് 72 മുതൽ 80 ആണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഒരു പാക്കേജ് ആണ് ഇതിന് വരിക. ദെൻ ഇത് പോസ്റ്റിങ് ഡൽഹിയിൽ മാത്രമേ ഉള്ളൂ. ഊഹിക്കാമല്ലോ, നമ്മുടെ എന്താണ് സെൻട്രലിൽ വരുന്ന കാര്യമാണ് അല്ലേ. അപ്പം അവിടെ എന്താ സെൻട്രൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡൽഹി അല്ലേടാ, അപ്പം ഡൽഹിയിൽ മാത്രമേ വരത്തുള്ളൂ പോസ്റ്റിങ്. അപ്പം നാട് വിട്ട് പോകാൻ ഉദ്ദേശമില്ല
എനിക്ക് ഈ നാട്ടിൽ തന്നെ ജോലി വേണം എന്നുള്ളവർക്ക് ഈ ഒരു ജോബ് പറ്റില്ല. ദെൻ 5 ദിവസം മാത്രമാണ് അതിൻ്റെ വർക്ക് ലൈഫ് എന്ന് പറയുന്നത്. വർക്ക് ലൈഫ് സ്ട്രെസ്സും കാര്യങ്ങളൊന്നുമില്ല, ഓക്കെയാണ്. ദെൻ ASO ആയിട്ടൊരു വ്യക്തി നേരത്തെ പറഞ്ഞതുപോലെ ലാസ്റ്റ് എങ്ങോട്ടേക്കാ പ്രൊമോഷൻ, നമ്മൾ റിട്ടയർ ആവുന്ന സമയത്ത് അണ്ടർ സെക്രട്ടറി ആയിട്ടായിരിക്കും നമ്മൾ റിട്ടയർമെന്റ് കൂടുക. ഓക്കെ, ദെൻ മോഡറേറ്റ് ആണ്, ഹൈലി ബ്യൂറോക്രാറ്റിക് റോൾ ആണ് അല്ലേ. സെൻട്രൽ സെക്രട്ടേറിയറ്റ് ആണ് അല്ലേ. അപ്പോൾ അതായത് പൊളിറ്റിക്സ്, ഓക്കെ, ബ്യൂറോക്രസി റിലേറ്റഡ് ആണ് അതിൻ്റെ ജോബ് എന്ന് പറയുന്നത്. അതിൻ്റെ UR 353.24 348. ഏകദേശം ഇത് ഐ തിങ്ക് ഇത് 2024 കട്ട് ഓഫ് എന്തോ ആണെന്ന് തോന്നുന്നു. 2025 നോക്കിയിട്ട് ഏകദേശം ഇതിനെ അടുപ്പിച്ച് തന്നെ വന്നിരിക്കുന്നത്. സോ 353 348 ആണ് വന്നിരിക്കുക. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് GST ഇൻസ്പെക്ടർ ആണ്. അറിയാലോ, GST നമ്മൾ ഇൻകം ടാക്സ് പോലെ തന്നെ GSTയിൽ ഗുഡ്സ് ആൻഡ് സർവീസിനകത്ത് വരുന്ന അതിൻ്റെ ഇൻസ്പെക്ടർ ആയിട്ടുള്ള ജോബാണ്. 5th പൊസിഷൻ ഓക്യുപ്പൈ ചെയ്യുന്നത്. അവിടെയും സാലറി എന്ന് പറയുന്നത് 70 ആണ്. ഇതിലെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ 70 വരുന്ന ഈ ഒരു പോസ്റ്റാണ് അല്ലേ. ബാക്കിയെല്ലാം ഇൻഹാൻഡ് 72 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ GST പ്രത്യേകത, നമ്മുടെ സ്റ്റേറ്റ്, ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഹെഡ് ക്വാർട്ടർ, പോർട്ട്, മെട്രോ, സ്റ്റേറ്റിന്റെ ഹെഡ് ക്വാർട്ടർ ഇപ്പോൾ തിരുവനന്തപുരം അങ്ങനെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുമ്പോഴത്തേക്കും അവിടെ എന്തുണ്ട്, നമുക്ക് പോസ്റ്റിക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ വർക്ക് ലൈഫ് എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് ആണ്. അത്ര സ്ട്രെസ് ഉള്ള കാര്യങ്ങളോ ഒന്നുമല്ല, മോഡറേറ്റ് ആണ്. ഫീൽഡ് വർക്ക് ആയിരിക്കും അല്ലേ, GST അല്ലേ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫീൽഡ്, റെയ്ഡ്, ഓഫീസ് അങ്ങനെ മാറിയിട്ടുള്ള ജോബ് പ്രൊഫൈലായിരിക്കും. ദെൻ ഇൻസ്പെക്ടർ ആയിട്ട് കയറുവാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് പ്രൊമോഷനായിട്ട് നമ്മൾ എന്തിലോട്ടാണ് മാറുന്നത്, സൂപ്രണ്ടൻ്റ് ആയിട്ടാണ് മാറാം. ഓക്കെ, ഇതിൻ്റെ പവർ, അതായത് നമ്മൾ ഈ ഇൻകം ടാക്സ് GST എന്നൊക്കെ പറയുന്നത് നമ്മുടെ സോഷ്യലിൽ ഒരു നല്ലൊരു സ്റ്റാറ്റസ് ആണ് ആ 2 ജോബിനും. ഇൻകം ടാക്സ് ഓഫീസർ, GST ഇൻസ്പെക്ടർ എന്നൊക്കെ പറഞ്ഞാൽ അറ്റ്മോസ്റ്റ് നല്ലൊരു ഹൈലി എല്ലാവരും ഡിഗ്നിറ്റി ചേരുന്ന നല്ലൊരു പവറുള്ള ഒരു ജോബാണ്. മോഡറേറ്റ്, ഹൈ, ഓക്കെ, പവറും സോഷ്യൽ സ്റ്റാറ്റസും. ദെൻ അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 325 ഇതിൽ ഏറ്റവും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ലീസ്റ്റ് കട്ട് ഓഫ് വരുന്നത് നമ്മുടെ GSTയിലാണ്. 325 326. ഇവിടെ നോക്കിക്കേ, URൻ്റെയും കാട്ടി കട്ട് ഓഫ് ആണ് OBCക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, URൻ്റെയും കാട്ടി കട്ട് ഓഫ് ആർക്കുണ്ട്, OBCക്ക് ഉണ്ട്. സോ ഈ 5 പോസ്റ്റുകൾ ASO ഇൻ MEA, ITA ഇൻ CBDT, അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ED, ASO അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ ആൻഡ് GST ഇൻസ്പെക്ടർ. ഈ 5 പോസ്റ്റുകൾ എന്ന് പറയുന്നത്, ഇനിയും പോസ്റ്റുകളുണ്ട്. ഈ പറഞ്ഞ ചില പോസ്റ്റുകളൊന്നും ഗേൾസിന് ആപ്റ്റ് ആവത്തില്ല. അപ്പോൾ നമുക്ക് അതിനൊരു വീഡിയോ നമ്മൾ ചെയ്യാം, ഗേൾസിന് അനുയോജ്യമായിട്ടുള്ളൊരു പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് പറയാം. അപ്പം ഇതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഇതിൻ്റെ ജോബ് പ്രൊഫൈല്. ഇപ്പം ചാടിക്കേറി ചിലപ്പോൾ നമ്മളങ്ങ് ഓപ്റ്റ് ചെയ്യും. ബട്ട് ഇതൊന്നും അറിയാൻ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്ത് പരീക്ഷ എഴുതി കിട്ടുമ്പോൾ പിന്നീട് നമുക്കൊരു ജോലിയിലൂടെ ഒരു വെറുപ്പ് വരാൻ പാടില്ല. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ജോബ് പ്രൊഫൈല്, സാലറി, കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യണം. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കട്ട് ഓഫ് നിങ്ങൾ നോക്കിക്കേ, കട്ട് ഓഫ് 348, 42, 62, 350, ഏറ്റവും കുറഞ്ഞു വരുന്നത് ഇതാണ് 325, 320. അതായത് ഏകദേശം ഒരു 320+ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം, വാങ്ങിക്കണം. എന്തിനു വേണ്ടിയിട്ടാ, ഈ ടോപ്പ് 5 പോസ്റ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ പഠിക്കുന്ന എന്തിനാ, ഏറ്റവും ടോപ്പിലുള്ള പോസ്റ്റ് കിട്ടണം. സോ ആ ഒരു പോസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര മാർക്ക് നമ്മൾ സ്കോർ ചെയ്യേണ്ടി വേണം, മിനിമം ഒരു 320 പുറത്ത് എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, സ്കോർ ചെയ്യേണ്ടി വരും. സോ അതനുസരിച്ച് വേണം നമ്മളുടെ ഇനിയുള്ള ഓരോ ഡേയ്സിലുള്ള പ്രിപ്പറേഷൻസ്. അപ്പോൾ ഇപ്പോൾ 390 മാർക്കുന്നെങ്കിൽ 320 പുറത്ത് എന്തായാലും വാങ്ങിക്കണം. 300 താഴെയാണെങ്കിൽ ചില പോസ്റ്റുകൾ, അതായത് ലാസ്റ്റുള്ള ടാക്സ് അസിസ്റ്റന്റ് പോസ്റ്റുകളൊക്കെ നമുക്ക് കിട്ടും. ബട്ട് അതിലും സാലറി ഉണ്ട്, ഇല്ലെന്നല്ല. എന്നാലും നമ്മൾ കയറുമ്പോൾ തന്നെ നല്ലൊരു പോസ്റ്റിൽ കയറുക. പിന്നെ താഴെ ലോ ലെവലിൽ ഇരുന്ന് എഴുതി കയറാം എന്ന് വിചാരിക്കേണ്ട. കയറുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, പഠിക്കുമ്പോൾ തന്നെ ആ ഒരു രീതിയിൽ തന്നെ ബേസ് ഉറപ്പിച്ച് ഒരുപാട് സ്മാർട്ട് വർക്കിലൂടെ എന്ത് ചെയ്യുക, ഈ ഒരു മാർക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ SSCയുടെ ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തതാണ്. ഡെയിലി ലൈവ് ക്ലാസ്സസും റെക്കോർഡഡ് ക്ലാസ്സസും മെൻറ്റർഷിപ്പും ഒക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്. ക്ലാസ്സസിനെ പറ്റി എന്തെങ്കിലും വിവരങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. സോ CGL പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഇനിയുള്ള ഡേയ്സ് എന്ന് പറയുന്നത് ക്രൂഷ്യലാണ്. മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുക.
ഉറപ്പായിട്ടും ഈ ഒരു ഏതെങ്കിലും ഒരു പോസ്റ്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കയറാൻ തന്നെ ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ പറയാൻ. താങ്ക് യു.